അങ്കോലയിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അർജുന്റെ ലോറി കരയിൽ നിന്ന് ഏകദേശം 132 മീറ്റർ ദൂരത്തിലാണ്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളായ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. തെരച്ചിലിടെയുള്ള ആശങ്കയെന്ന് പറയുന്നത് മാൽപ്പയുടെ ശരീരത്തിൽ കെട്ടിയ കയർ പൊട്ടി 100 മീറ്റർ അദ്ദേഹം ഒഴുകിപ്പോയി എന്നുള്ളതാണ്. അത്രത്തോളം കുത്തൊഴുക്കുണ്ട് ഗംഗാവാലി പുഴയിൽ എന്നുള്ളതാണ്. KB ശ്രീധരൻ അവിടെ നിന്നും തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടിയാണ്, ആ സംഘം നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ ദൃശ്യം കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച്. ഈശ്വർ മാൽപ്പെ സംഘം ഓരോ നിമിഷവും ഇപ്പോൾ മൂന്നാമത്തെ തവണ ഡൈവ് ചെയ്തപ്പോഴാണ് ഈ വടം പൊട്ടുന്നത്. 100 മീറ്ററോളം ഒഴുകിപ്പോയി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതൊക്കെ അവിടെ നിന്ന് കാണുന്നു. പക്ഷെ അവർ പിന്മാറുന്നില്ല. അത്രത്തോളം പ്രാവീണ്യം നേടിയവരാണ് അവർ എന്ന് പറയുന്നു. അവിടത്തെ ഗംഗാവലി പുഴയെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. ഇപ്പോൾ വീണ്ടും ഡൈവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണോ അതോ ബ്രേക്ക് ആണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? പുതിയ അപ്ഡേറ്റ് എന്താണ്? പൂജ, വീണ്ടും അവിടെ ഇതിന് വീണ്ടും പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഈ സംഘം ഉള്ളത്. ഏതായാലും 3 തവണ ഈ ശ്രമം നടത്തിയിരുന്നു. ആ 3 തവണയിൽ മൂന്നാമത്തെ തവണയാണ് ഇദ്ദേഹത്തിന്റെ ദേഹത്ത് ആങ്കറുമായി ഘടിപ്പിച്ചിരുന്ന വടം പൊട്ടി പോകുന്നത്. തുടർന്ന് 100 മീറ്ററോളം ഈശ്വർ മാൽപ്പെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. തുടർന്ന് രക്ഷാദൗത്യ സംഘാംഗങ്ങൾ ആണ് അദ്ദേഹത്തെ മൺകൂനയിലേക്ക് തിരിച്ച് കയറ്റിയത്. ഏതായാലും നിലവിൽ കാലാവസ്ഥ അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ഈ തിരച്ചിലിന്. ഇപ്പോൾ കുറെ നേരമായിട്ട് മഴ പെയ്യുന്നില്ല. അത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി വീണ്ടും ഈ പുഴയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്തുമെന്ന് തന്നെയാണ് ഈശ്വർ മാൽപ്പെ സംഘം പറയുന്നത്. നാവികസേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ മുങ്ങൽ വിദഗ്ധനും ഈ സംഘത്തോടൊപ്പമുണ്ട്. അവരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഈശ്വർ മാൽപ്പെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നത്. അടുത്ത ഒരു ഡൈവ് എന്നുള്ളത് കുറച്ച് ദിശ മാറ്റി ഉള്ള ഒരു ഡൈവായിരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഏതായാലും പുഴയുടെ അടിത്തട്ടിലേക്ക് ആദ്യ 2 തവണ പോയെങ്കിലും പ്രതീക്ഷിച്ച ഒരു ആഴത്തിലേക്ക് ചെല്ലാനായില്ല. വിസിബിലിറ്റി ഒന്നും പ്രശ്നമല്ല എന്നുള്ള ഒരു കാര്യമാണ് ഈശ്വർ മാൽപ്പെ രാവിലെ പറഞ്ഞത്. നിരവധി തവണ ഇതുപോലെയുള്ള കുത്തൊഴുക്കുള്ള പുഴകളിൽ, അതായത് ഗംഗാവലിയിലാവട്ടെ, ശരാവതിയിലാവട്ടെ, നേത്രാവതിയിലാവട്ടെ, ഈ കാരാവലി കർണാടക മേഖലയിലെ പുഴകളിലെല്ലാം ഇങ്ങനെ കുത്തൊഴുക്കിൽ ഇറങ്ങി പരിചയമുണ്ട് ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും. ഏതായാലും അങ്ങനെ പല ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, പല ആളുകളെ വീണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘത്തെ ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കുമ്പോൾ പ്രതീക്ഷകൾ വല്ലാതെയുണ്ട്. നോക്കൂ, 12ാം നാളായി ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിൽ നിന്നൊരു ഫലം വേണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. ഏതായാലും കേരളത്തിലെ ജനപ്രതിനിധികളുടെ കൂടി ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഘത്തെ കൂടി രക്ഷാദൗത്യത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു തീരുമാനമൊക്കെ വരുന്നത്. നിലവിൽ ഞാൻ പുഴയുടെ ഇക്കരയാണുള്ളത്. മറുകരയിൽ KV രാഹുലുണ്ട്. KV രാഹുലിനെ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തത്സമയ വിശദാംശങ്ങൾ ലഭ്യമാക്കാനാകും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പുഴയിൽ കുത്തൊഴുക്ക് വല്ലാതെയുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. 6 മുതൽ 7 വരെ നോട്ട്സിലാണ് പുഴ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗതിശക്തി തെല്ലൊന്ന് കുറഞ്ഞാൽ മാത്രമേ നിഷ്പ്രയാസം ഈ രക്ഷാ ദൗത്യത്തിന് ഇറങ്ങാൻ ആവൂ. ഏതായാലും നിലവിൽ അതിനുള്ള സാഹചര്യമില്ല. ഈ വൃഷ്ടിപ്രദേശത്ത് മലനാട്ടിൽ കാര്യമായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. ആ മലവെള്ളം കുത്തിയൊലിച്ച് ഗംഗാവലിയിലേക്കാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ചെളി കൂടിയ വെള്ളമാണ്. അത് തന്നെ കാഴ്ച മറയ്ക്കുന്നതാണ്. പുഴയ്ക്ക് അടിയിലേക്ക് ഊളിയിട്ട് പോകുമ്പോൾ അടിയൊഴുക്ക് വളരെയധികം ശക്തമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയുണ്ട്. ഇതെല്ലാം രക്ഷാദൗത്യത്തിന് ദുഷ്കരമാണ്. പക്ഷേ ഇതിനെയെല്ലാം ഭേദിച്ച് മുന്നോട്ട് പോകാനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈശ്വർ മാൽപ്പെ രാവിലെ പ്രകടിപ്പിച്ചത്. ഏതായാലും ഈ കുത്തൊഴുക്കിനെ ഭേദിച്ച് പുഴയുടെ അടിത്തട്ടിലേക്ക് പോകാനുള്ള ശ്രമം തന്നെയാണ് ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടെ ഈ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടയ്ക്കൊന്ന് ഉച്ചഭക്ഷണത്തിന്
നിർത്തിവെച്ചിരുന്നു. അല്പസമയത്തിനകം തന്നെ അടുത്ത ട്രൈ ആരംഭിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ സംഘം ഇപ്പോൾ ഈ മൺകൂനയ്ക്ക് അരികിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് അടുത്തൊരു ശ്രമം കൂടി നടത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇവരുടെ മുൻ പരിചയത്തെ പറ്റി പല തവണ പല പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കുന്നത് കുറച്ച് നേരത്തെ ആക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും ഈ 6 നോട്ടിന് മുകളിലുള്ള ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും പ്രതികൂലമായിട്ടുള്ള പുഴയുടെ ഗതിശക്തിയിലും അവിടേക്ക് ഇറങ്ങി ട്രൈ ചെയ്യാനുള്ള ഒരു മനസാന്നിധ്യം, മനക്കരുത്ത് ഈ സംഘത്തിന് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഈ കാരാവല്ലിയുടെ പടയാളികൾ എന്നൊക്കെ വിശേഷിക്കപ്പെടാവുന്ന തരത്തിലുള്ള ഈ സംഘം ഇപ്പോൾ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. നിലവിൽ ഏതായാലും മൂന്നാമത്തെ ഒരു ഡൈവിൽ ചെറിയ ഒരു സാങ്കേതിക പ്രശ്നം മൂലം അദ്ദേഹത്തിന്റെ വടം പൊട്ടി അദ്ദേഹം ഒഴുകിപ്പോകുന്ന നിലയിലേക്ക് പോയി. നിലവിൽ ഏതായാലും ഒഴുക്ക് അത് വളരെ ശക്തമാണ്. കാലാവസ്ഥ അനുകൂലമാണ് എന്നുള്ളത് മാത്രമാണ് തിരച്ചിലിന് കുറച്ചെങ്കിലും നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ആകാശം ഇരുണ്ടിരിക്കുന്ന ഒരു സ്ഥിതി കൂടി ഇപ്പോഴുണ്ട്. മഴ മുന്നറിയിപ്പുണ്ട്. ഏതായാലും താഴേക്ക് പോയി നേരത്തെ എം വിജിൻ MLA ഒക്കെ പറഞ്ഞ പോലെ കുറെ മുളകളൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. അതെന്തിനാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും താഴെ ലോഹഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യ നടപടി. അത് കണ്ടു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ലോറിയുടെ ക്യാബിൻ ഭാഗം എവിടെയാണെന്ന് കണ്ടെത്തണം. ഈ ക്യാബിൻ കണ്ടാൽ ക്യാബിനുള്ളിൽ നിന്ന് അർജുനെ പുറത്തെടുക്കണം. ഏതായാലും അർജുൻ നിലവിൽ ക്യാബിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ്, നിഗമനത്തിൽ തന്നെയാണ് രക്ഷാ ദൗത്യ സംഘം ഉള്ളത്. നിലവിലേതായാലും നടപടികൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ രാഹുൽ KVക്ക് നൽകാനാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പോകാം ശ്രീധരൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 6 മുതൽ 8 നോട്ട്സ് വരെയാണ് ഗംഗാവലിയിലെ ഒഴുക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഏറെക്കുറെ 3 വരെ, 2 മാക്സിമം, 3 എന്ന് പറയുന്നത് പോലും ദുഷ്കരമാണ്. അത്രയും പോയിന്റിൽ മാത്രമായിട്ടായിരിക്കും ഈ നേവിയുടെ ഡൈവേഴ്സിന് പോലും ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക. കാരണം അത്രത്തോളം പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ പോലും ആ സ്ഥലത്തെക്കുറിച്ച് പുതിയതായിട്ട് വരുന്ന ഒരു നേവി സംഘമാണ്. അവർക്ക് ആ ഒരു രീതിയിൽ അത്രത്തോളം അളവിൽ മാത്രമേ ഈ ഒഴുക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ പിന്മാറിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത്രത്തോളം വലിയ കുത്തൊഴുക്കിൽ പോലും അവർ ഇറങ്ങുകയാണ്. വലിയ പ്രതിസന്ധി അവരും നേരിടുന്നുണ്ട്. പക്ഷേ ഗംഗാവലി പുഴയെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഈശ്വർ മാൽപ്പയും സംഘവും. ഇന്നത്തെ